കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ജൂൺ 1-ാം തീയതി ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ മാസം. ഈശോയുടെ തിരുഹൃദയത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നൊരു മാസം. ഈശോയുടെ ഹൃദയത്തിൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവൻ്റെ അവസാന തുള്ളി രക്തം വരെ അവൻ നമുക്ക് വേണ്ടി ചിന്തി എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയാണ്. ഈശോയുടെ തിരുവിലാവിൽ ലുങ്കിനോസ് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ പുറപ്പെട്ട രക്തവും വെള്ളവും അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങിയ കണ്ണുകൾക്ക് കാഴ്ച വീണ്ടു കിട്ടിയെന്നുള്ളതാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഈ ഒരു മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളോട് പങ്കുവയ്ക്കുന്ന കാര്യം ഇതാണ്: കുഞ്ഞുമക്കളെ, നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ വേദനകൾ എല്ലാം എൻ്റെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എടുത്തു വയ്ക്കുക. ഈശോയുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഈശോയുടെ ഹൃദയം നമുക്ക് എല്ലാവർക്കും കാണാമെന്നുള്ളതാണ്. ഈശോയുടെ ഹൃദയത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത, അത് മുള്ളുകളാൽ അത് കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടതാണ്, കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ടതാണ്. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമുക്ക് എളുപ്പം കടന്നു ചെല്ലാവുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ് ഈശോയുടെ തിരുഹൃദയം. ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ എന്നുള്ള സുഹൃത ജപം കൊച്ചുനാളിൽ നമ്മളൊക്കെ ചൊല്ലാറുള്ളതാണ്. ഒരുപാട് മനുഷ്യർ ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്കിടമുണ്ട്. നമ്മുടെ സങ്കടങ്ങൾക്കൊക്കെ, നമ്മുടെ ദുഃഖങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിന് അതെല്ലാം പരിഹരിക്കുവാനുള്ള ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയണം. ഈശോയെ നോക്കിയവർ പ്രകാശിതരായി. നമ്മുടെ സങ്കടവും വേദനയും ദുഃഖങ്ങളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കണം. അവനത് ഏറ്റവും മനോഹരമായ അനുഗ്രഹമായി തിരിച്ചു തരും. ചിലപ്പോഴൊക്കെ നമ്മുടെ അമ്മമാർ വീട്ടിൽ പുളിയുള്ള ചെറി പഴം, അത് മുന്തിരി അല്ലെങ്കിൽ ചെറി അങ്ങനെയുള്ളതൊക്കെ പഞ്ചസാര ലൈനിലിടും. കുറെ കഴിയുമ്പോൾ ഈ ചെറിപ്പഴത്തിൻ്റെ പുളിപ്പെല്ലാം മാറി ആ ചെറി വളരെ മനോഹരമായ സ്വാദുള്ള മാധുര്യമുള്ളതായി മാറാറുണ്ട്. നെല്ലിക്കയും ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ സങ്കടങ്ങളെ നമ്മൾ ചേർത്ത് വെച്ചാൽ ഈശോ ആ വിഷമതകളെ, സങ്കടങ്ങളെ, സഹനങ്ങളെ, വേദനകളെ, രോഗങ്ങളെ, ഭയങ്ങളെ, ഉത്കണ്ഠകൾ, ആകുലതകൾ, അസ്വസ്ഥതകളെ എല്ലാം ഈശോ മധുരിക്കുന്നതായി നമുക്ക് തിരിച്ചു തരും. നമ്മൾ കൊടുക്കണം. മരിയ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു, മോളെ, നീ എല്ലാ ദിവസവും നിൻ്റെ സങ്കടങ്ങൾ എന്നോട് പറയണം. അപ്പം മരിയ ഫൗസ്റ്റീന ചോദിക്കുന്നുണ്ട്, ഈശോയെ, ഞാനിത് പറഞ്ഞില്ലെങ്കിലും നിനക്കിത് അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ഞാനിത് പറയുന്നത്? ഈശോ പറയാം, അങ്ങനെയല്ല മോളെ, ഞാൻ ദാഹിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. നിൻ്റെ ആ സങ്കടവും വേദനയും പരിഭവം എല്ലാം നീ എന്നോട് പറയൂ, ഞാനത് കേൾക്കാൻ കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പേരോട് പറയാറുണ്ട്. നമ്മുടെ വിഷമതകളൊക്കെ വാതോരാതെ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്. പക്ഷേ ഈ തിരുഹൃദയ മാസത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. നമ്മൾ ആദ്യം പങ്കുവയ്ക്കേണ്ടതും രാത്രിയുടെ അവസാന നിമിഷം സൂക്ഷിക്കാൻ കൊടുക്കേണ്ടതും ഈശോയുടെ ചങ്കിലേക്കാണ്. രാവിലെ വരുമ്പോഴേക്കും അതിനൊരു ഉത്തരം ദൈവം തന്നിരിക്കും. ഈ ബോധ്യത്തോടെ എല്ലാ ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും നമ്മുടെ സങ്കടങ്ങൾ ഈശോയോട് പങ്കുവയ്ക്കാനുള്ള വലിയൊരു കൃപ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് അത് സൂക്ഷിക്കാൻ ഒരു വലിയൊരു കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ തിരുഹൃദയ മാസത്തിൽ ഈശോയോട് സംസാരിക്കാൻ, ഈശോയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾക്ക് പകർന്നു തരുവാൻ, ഞങ്ങളുടെ വിഷമതകൾ, ഞങ്ങളുടെ ആകുലതകൾ, ഞങ്ങളുടെ ഉത്കണ്ഠകൾ എല്ലാം ഈശോയ്ക്ക് തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ, ഈ മാസം ഒരു പ്രത്യേക ഒരു അനുഭവത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും സങ്കടങ്ങളും പരിഭവങ്ങളും ഉത്കണ്ഠകളും ആകുലതകളും അസ്വസ്ഥതകളും ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഞങ്ങളുടെ സംശയങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും നിരാശയും ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും എല്ലാം നിനക്ക് തരികയാണ്. അതെല്ലാം മധുരിക്കുന്ന ഓർമ്മകളായി
ഞങ്ങൾക്ക് എന്നും സൂക്ഷിക്കാനുള്ള അനുഗ്രഹമായി തിരിച്ചു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ ശൂന്യമാമെൻ മനസ്സിൽ നിറയണമേ, സ്നേഹത്തിൻ തീജ്വാലയാക്കി എന്നെ മാറ്റണമേ. ദാസനെ നവസൃഷ്ടിയാക്കി തീർക്കുവാൻ വരണേ, യേശുവേ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.